ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ബ്രൗണിയാണ്. അപ്പോൾ കിടിലനായിട്ടുള്ള ഒരു ചോക്ലേറ്റ് ബ്രൗണിയുടെ റെസിപ്പിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇവിടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കാം. അപ്പോൾ ഡബിൾ ബോയിലിംഗ് എല്ലാവർക്കും അറിയാവുന്നത് കണക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ബോയിൽ ചെയ്യാൻ വെച്ചിട്ട് അതിന്റെ മേളിൽ കണക്ക് ഒരു ഗ്ലാസ്സിൽ നമ്മളിങ്ങനെ ഇതുപോലെ ചോക്ലേറ്റ് എടുത്തിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഏകദേശം താണ്ടെ ഈ ഒരു പരുവം ആവുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലേക്ക്, അതായത് ഇതിനകത്ത് ഈ ചോക്ലേറ്റ് ഒന്ന് മെൽട്ടായി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ബട്ടർ ചേർക്കാം. ഞാൻ അൺസാൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നത്. അപ്പോൾ ബട്ടറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതിന്റെ കൺസിസ്റ്റൻസി ഒക്കെ ഒന്ന് മാറി നല്ല രീതിയിലൊന്ന് ലിക്വിഡ് ഫോമിലേക്ക് വരുന്നതാണ് കേട്ടോ. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെന്തായാലും കുട്ടികൾക്കും എല്ലാം വലിയവർക്കും ഒക്കെ ഇഷ്ടമാവും. അപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു എന്താ പറയുക സ്നാക്കാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ്ടേ കുറച്ച് കഷ്ടപ്പെടണം. കുറച്ച് കഷ്ടപ്പെട്ടാലും നമുക്ക് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ബിഫ് എന്തായാലും കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് നല്ല രീതിയിലൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പം ഈ ഒരു കൺസിസ്റ്റൻസിൽ കുറച്ചുകൂടെ ലൂസായിട്ട് നമുക്ക് വേണം. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് നേരെ ഇതുപോലെ ഒന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതൊന്ന് തണുപ്പിക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഞാനൊരു ബൗൾ എടുക്കുന്നുണ്ട്. ആ ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് നമ്മൾ അരിച്ച് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ പൊടിച്ച പഞ്ചസാരയും ഇതുപോലെ 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കൊക്കോ പൗഡർ ആണ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി കേട്ടോ. കാരണം ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ആണല്ലോ എടുത്തത്. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 പിഞ്ചോളം ബേക്കിംഗ് പൗഡർ ആണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. നല്ല രീതിയിലൊന്ന് നമുക്ക് 1 2 തവണയൊക്കെ നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അത് ആ ഒരു മിക്സ് എല്ലാത്തിലും ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ആയിട്ട് വരും. നമ്മൾ ഈ അരിച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ആ ഒരു മിക്സ് എല്ലായിടത്തും ഒന്ന് വരും. അപ്പോൾ നല്ല രീതിയിൽ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് നമുക്ക് ഇനി ഈ ഒരു മിക്സിലേക്ക്, ഈ അരിച്ചെടുത്ത ഈ ഒരു മിക്സിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ആ ഒരു ചോക്ലേറ്റ്, മെൽറ്റ് ചെയ്ത ആ ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ആഡ് ചെയ്തിട്ട് നമ്മൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ വലിയ പാത്രം എടുക്കണം കൂടെ, എങ്കിലും നമുക്ക് നല്ല വിസ്താരമായിട്ട് ഇരുന്നൊന്ന് എന്താ പറയുക ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ എടുത്ത് അത്യാവശ്യം ചെറിയ പാത്രമായി പോയി, അതുകൊണ്ട് മിക്സ് ചെയ്യാനൊക്കെ വലിയ പാടായിരുന്നു. എന്നാലും നല്ലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എന്തായാലും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മിക്സൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. അത് കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലെയൊക്കെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് കേട്ടോ. അപ്പോൾ ഈ പാൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. മൊത്തം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്ത് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വരണമെങ്കിൽ നമ്മൾ കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ കാണുന്ന പോലെ ഇതുപോലെ ആക്കി കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ ഇത് വരും കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഫൈനലി നമുക്ക് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. അത് നമുക്കിത് കാണുമ്പോൾ തന്നെ നല്ല കൊതിയാവും. അപ്പോൾ ഇതുപോലെ ഒരു ട്രേ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒക്കെ തേച്ച് കൊടുത്തിട്ട് ഈ ഒരു മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പാത്രം ഇല്ലെങ്കിൽ നമ്മുടെ സാധാ വട്ടം പാത്രമൊക്കെ ഉണ്ടല്ലോ, അതിനകത്തായാലും നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് തട്ടണം. അതിലെ ബബിൾസ് ഒക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ തട്ടി കൊടുക്കുന്നത്. കുറച്ച് നേരം ഇങ്ങനെ ഇട്ടൊന്ന് തട്ടി കൊടുക്കണം. അപ്പോൾ നല്ല രീതിയിലൊന്ന് തട്ടിയതിൻ്റെ ബബിൾസ് ഒക്കെ കളഞ്ഞതിന് ശേഷം ഇനി നമ്മുടെ ഓവനിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഓവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ്സ് നമ്മളിതൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു കിണ്ണി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ട്രേ എടുത്ത് ഇതിലേക്ക് വെക്കുക. ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കിടുകാച്ചി ബ്രൗണി നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. താണ്ടെ കിടിലനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊരു പ്ലേറ്റിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണോ ആ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പം നല്ല കിടിലൻ ടേസ്റ്റ് ആണ്. ഇത് നല്ല സോഫ്റ്റും ആണ് കേട്ടോ. നമുക്ക് ഒട്ടും തന്നെ നല്ല കട്ടിയൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ചോക്ലേറ്റ് സിറപ്പും കാര്യങ്ങളും ഒക്കെ ഒഴിച്ചിട്ടോ. ഞാൻ എന്തായാലും ആ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചോക്ലേറ്റ് ഒക്കെ ഒന്ന് മേളിലൊക്കെ ഒന്ന് ഇട്ടിട്ട് മറ്റേ ചെറിയ വൈറ്റ് എന്താ പറയുക ചോക്ലേറ്റിലെ മറ്റേ സംഭവം അതെല്ലാം കൂടെ ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് കളറാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇത് കാണുമ്പോൾ തന്നെ ഒന്ന് കഴിക്കാനായിട്ട് തോന്നും പിള്ളേർക്ക്. എന്തായാലും ആ ചോക്ലേറ്റ് മിക്സിൽ ഇങ്ങനെ മുക്കിയൊക്കെ ഒന്ന് കഴിക്കാൻ തോന്നും. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക.